ടിനുവിന്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കുക. ഇവിടെ ഒരു 3 ഏക്കർ വസ്തുവൊക്കെ വാങ്ങിച്ചിട്ടേക്ക് അതിനായി 8 കോടി രൂപ ചോദിക്കുന്നേ. ഇദ്ദേഹത്തിന്റെ അയൽവക്കക്കാരനാണോ താങ്കൾ? അയൽവക്കൊക്കെ ഞാൻ അയൽവക്കം അയാളുടെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. അവിടെ ഒരു 2 ഏക്കറോ 3 ഏക്കറോ തോന്നുന്നത് തിരുവനന്തപുരം റൂട്ട് കൊട്ടാരക്കരയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലോട്ട് നേരെ തിരുവനന്തപുരം റൂട്ടിൽ അവിടെ വാങ്ങിച്ച് ഇട്ടിരിക്കുക. അതിൽ അവിടെ പണിയാനൊക്കെ ഉണ്ടായിരിക്കും 8 കോടി. പിന്നെ പുള്ളി ഇഷ്ടം പോലെ ഈ സഹോദരിമാരുമായിട്ടൊക്കെ ഭയങ്കര അടുപ്പമുള്ള ഒരു പാർട്ടിയാണ്. ഈ അടുത്ത ഒരു ഭാവന ടെക്സ്റ്റൈൽസിന്റെ കൊച്ചുമോളെ കെട്ടിയിരിക്കുക. ഭാവന ടെക്സ്റ്റ് മലാക്കി അച്ചാൻ എന്ന് പറഞ്ഞൊരു അച്ചായൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ അച്ചാന? മലാക്കി അച്ചാൻ. അയാളുടെ മോളെയാണ് ഈ പുള്ളിക്കാരൻ. കല്യാണം കഴിച്ചൊന്നും അല്ല, ആദ്യം അത് കമ്പനി അടിച്ചൊക്കെ ആയതാ. ഇവർക്ക് വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നും ഇല്ല. ഇവന് സാമ്പത്തിക ചുറ്റുപാടും ഇവർക്കൊന്നും ചുറ്റുപാടും. പിന്നെ ഇവർക്ക് ഇയാളുടെ ഭാര്യയുടെ വീട്ടുകാർക്ക് നേരത്തെ ചെറിയ തുണിക്കടയും തയ്യക്കടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ ഒരു കട അങ്ങ് ഓപ്പൺ ചെയ്തതാ. ടിനുവിന് ഒരു ചുറ്റുപാടും ഇല്ല. അയാള് പിന്നെ മാർത്തോമയിലെ ഒരു വിശ്വാസിയായിട്ടൊക്കെ വിശ്വാസിയായിരുന്നു എന്ന് പിന്നീട് അയാൾ എങ്ങനെയോ ഇതിന് മറ്റ് ഇയാളുടെ കുറച്ച് ആൾക്കാരൂടെ അവിടെ ഒരു ദൈവസഭയൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് തന്നെ സഭയായതായിരുന്നു. പിന്നെ അതിൽ നിന്ന് അങ്ങ് നേട്ടം കൊയ്തങ്ങ് പോവുക. നാറി മൊത്തത്തിൽ പൊളിഞ്ഞും വെച്ച് ഇയാള് പിന്നെ ഇപ്പൊ റാഹേലിന്റെ ദൈവം, റബേക്കയുടെ ദൈവം, അവിടുത്തെ ദൈവമൊക്കെ എന്നെ കണ്ടു, ഞാൻ ദൈവം എന്നോട് സംസാരിച്ചു എന്നും പറഞ്ഞു ഇപ്പം ഒക്കെ ആണെങ്കിലും ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് നടക്കുകയാണ്. മൊത്തത്തിൽ പൊളിഞ്ഞെന്ന് വെച്ചാൽ അയാൾക്ക് കുറച്ച് ആൾക്കാരിങ്ങനെ ഇയാൾ കുറച്ച് ആൾക്കാരുണ്ട്. ഇയാൾ കുറച്ച് ആൾക്കാർക്ക് സാമ്പത്തികമൊക്കെ കൊടുത്തും സഹായിച്ചും പിന്നെ ആശുപത്രി കഞ്ഞി കൊടുത്തും പിന്നെ കുറച്ച് 10-15 വീട് വെച്ച് കൊടുക്കാൻ അതിന്റെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ അടിച്ചു വെച്ച് അതിന്റെ ഉദ്ഘാടനമൊക്കെ നടത്തി. ഗണേഷ് കുമാറിനെ കൊണ്ട് ഉദ്ഘാടനമൊക്കെ നടത്തി. അങ്ങനെയൊക്കെ നടക്കുക. വീടൊന്നും ആയിട്ടില്ല. അങ്ങനെയൊക്കെ അവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ സാമ്പത്തിക സഹായമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടൊക്കെ അങ്ങനെ നടക്കുക. അതിന്റെ പിറകിൽ ഒത്തിരി ആൾക്കാർ വല്ലതും കിട്ടുമെന്നും പറഞ്ഞിങ്ങനെ അതൊരു വലിയ ചന്തയുടെ കൂട്ടമാണ്. അവിടുത്തെ യോഗം കണ്ട ആൾക്കാരതൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പല സൈസ് ആൾക്കാരാ. പെണ്ണുങ്ങളാ കൂടുതലും, എല്ലാം പെണ്ണുങ്ങളാ, എല്ലാം മൊത്തം. അവർക്ക് അത് കൊടുക്കും. പിന്നെ ഓരോ വിശേഷ ദിവസങ്ങളിൽ വരുമ്പോ ഓരോ പിന്നെ ഗിഫ്റ്റ് കൊടുക്കും, പിന്നെ അത് കൊടുക്കും, പിന്നെ പൊതി കൊടുക്കും. പിന്നെ ഇങ്ങനെയൊക്കെ കുറെ ചെറിയ ചെറിയ കങ്കട്ടുവേലുകളൊക്കെ കാണിച്ചൊക്കെ ആൾക്കാർ കൂടുന്നത്. അവർക്ക് അത് കൊടുക്കും, ഇത് കൊടുക്കും, വീട് വെച്ച് കൊടുക്കാം, മറ്റത് ചെയ്യാം, മറിച്ചത് ഇതുവരെ അങ്ങനൊന്നും. അതിൽ നിന്നൊക്കെ ഒത്തിരി പേരൊക്കെ പിരിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ ആ കൊട്ടാരക്കര അവിടെ പമ്പിന്റെ അവിടെ തോടിന്റെ കരയ്ക്ക് കുറച്ച് സ്ഥലം കയ്യേറി അവിടെ ഒരു ജീസസ് ലൈവ് എന്നും പറഞ്ഞൊരു പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അയാൾ ആഫ്രിക്കയിലെങ്ങാണ്ട് പോയി അപ്പോസ്തലനായെന്നാ പറയുന്നത്. ആഫ്രിക്ക പോലെ കുറുക്കൻ നീലവെള്ളത്തിൽ വീണാലും കുറുക്കനില്ലയോ? നീലവെള്ളത്തിൽ വീണുമ്പോ ചെണ്ണിച്ച് നീല കളർ അടിച്ചു വന്നാലും അവന്റെ സ്വഭാവം കുറുക്കൻ സ്വഭാവം അല്ലയോ? അത് ആഫ്രിക്കയിൽ പോയി അപ്പോസ്തലനായെന്ന് പറഞ്ഞാലും അപ്പോസ്തലൻ എന്തുവാന്ന് അവനെ അറിയത്തില്ലല്ലോ. അറിയാമെങ്കിൽ അവൻ പറയത്തില്ല അപ്പോസ്തലൻ എന്തുവാന്ന്. അപ്പോസ്തലന്റെ ജോലി എന്തുവാന്ന് അറിയാതെ നടക്കുന്നവനെയൊക്കെ ഇവന്റെയൊക്കെ പുറകെ നടക്കുന്നവരെ അടിക്കാൻ ആളില്ലാത്തതുകൊണ്ട്. സുനിൽ സാറേ, കൊട്ടാരക്കരയിലെ ചിലുപ്പാസ്ത്രേ അങ്ങനെ പെണ്ണുങ്ങളുമായിട്ടൊന്നും ഇടപെടുന്ന ആളല്ല. കുറെ പൈസക്കൊക്കെ കുറിച്ച് വലിയ ചർച്ചയൊക്കെ വെച്ച് ആർപ്പാടം ഉണ്ടെങ്കിലും സാറേ അങ്ങനൊന്നും പറയല്ലേ ഇനി പ്ലീസ് സാറേ. സ്തോത്രം. ഞാനല്ലോ പറയുന്നത്, നിങ്ങളെപ്പോലുള്ള തന്നെ സ്ത്രീകളല്ലേ വിളിച്ചു പറയുന്നത്? ഈ ഞാൻ പറയത്തില്ല. ഞാൻ വിശ്വാസിയാ, കണ്ട കാര്യേ പറയത്തോളൂ. സ്ത്രീകളല്ലേ വിളിച്ച് കുറിച്ചുള്ള ആരോപണങ്ങൾ പറയുന്നത്? അവർക്കൊക്കെ ദൈവം ഇല്ലാത്തവരാ പാസ്റ്ററെ. നമ്മളാരെ പറ്റി കാണാത്തത് പറയാൻ പാടില്ല ബ്രദറെ. കണ്ട് വിശ്വസിച്ചത് തോമാസ് ലീഗ യേശുവിന്റെ വിലാപ്പുറത്ത് കൈയിട്ട് അന്നുപോലും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അങ്ങനൊന്നും പെണ്ണുങ്ങളുമായിട്ടൊന്നും ഒന്നുമില്ല സാറേ, ക്ഷമിക്കണം കേട്ടോ. അല്ല, അവിടെ നടക്കുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും കാര്യങ്ങൾ സഹോദരിക്ക് അറിയാമോ? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ടിനുവിന് കൊടുക്കാൻ സഹോദരിക്ക് കഴിയുമോ? ഇദ്ദേഹം ഇടുന്ന എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹത്തിന്റെ കൂടെയാണോ സഹോദരി? ഇദ്ദേഹത്തിന്റെ എല്ലാ ഇടപാടുകളും ഇദ്ദേഹത്തിന് അറിയാമോ? പ്രായമുള്ളൊരു അമ്മയാണ് ഞാൻ. എന്റെ 20 വർഷമായി അവിടെ പോയി. അവിടുത്തെ ആരാധനയൊക്കെ എനിക്ക് ഭയങ്കര ഇതായോണ്ട് ബൈബിള് മാത്രമേ ഉള്ളൂ അവിടെ. നമ്മള് ആയിക്കോട്ടെ. ഇതുപോലെ ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അറിയാമോ? അതാ ഞാൻ ചോദിക്കുന്നത്. പുള്ളിയുടെ കൂടെ ഫുൾ ടൈം നമ്മൾ ഉണ്ടോ? ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാമോ? എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ആർപ്പാടക്കാരനാണ്. ആർപ്പാടം യേശുവിന്റെ പാപമൊന്നുമില്ല. ആർപ്പാടക്കാരനാണ്.
വചനമില്ലെന്നേ ഉള്ളൂ. അന്നേരം വചന കച്ചവടം ചെയ്തല്ലേ ഈ ആർഭാടം നടത്തുന്നത്? ഇവൻ എന്തെങ്കിലും പണി ചെയ്യാൻ പോയിട്ടുണ്ട് ഇത്രയും കാലമായിട്ട്? അതൊന്നുമില്ല. അല്ല, സഹോദരിക്ക് അറിയാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്തതായിട്ട് അറിയാമോ ഈ സാറേ? പിന്നെ വളരെ ട്രെയിൻ ചെയ്ത നമ്മൾ യേശുവിൽ നിന്നും ഒരു അനുഗ്രഹം പ്രാപിക്കുന്നത്. അങ്ങനെ ട്രെയിൻ യേശുവിനെ നമ്മൾ പ്രഷർ ചെയ്ത് യേശുവിനെ നിർബന്ധിച്ചാണ് നമ്മൾ അനുഗ്രഹം മേടിക്കുന്നത്? അല്ല. യേശു നമ്മളിലേക്ക് തിരിഞ്ഞു വരണമെങ്കിൽ നമ്മുടെ കണ്ണുനീരും നമ്മുടെ മുട്ടുമടക്കി ദൈവസന്നിധി വളരെ യുദ്ധം ചെയ്താൽ മാത്രമേ യേശുവിൽ നിന്നും ഒരു അനുഗ്രഹം. സഹോദരി, അത് ഈ പൊട്ടന്മാര് പഠിപ്പിച്ചേക്കുന്നില്ല. നമ്മളിങ്ങനെ മുട്ടയെ കുത്തിയിരുന്ന് യുദ്ധം ചെയ്യണോ ദൈവത്തിന്റെ അനുഗ്രഹം കേട്ടോ? ആ സമയത്ത് അവനവന്റെ പണി ചെയ്യണം വീട്ടില്. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർമ്മപഥത്തിലാണ് നമ്മള്. അയ്യോ, എനിക്ക് ഭയങ്കര പണിയുള്ളയാ, ഞാൻ അങ്ങനെയുള്ള ആളല്ല. വീട്ടില് ഭർത്താവിന്റെയും കാര്യം നോക്കാതെ മക്കളുടെയും കാര്യം നോക്കാതെ അവരുടെ ജോലിയും ചെയ്യാതെ പോയി മുട്ടുമടക്കി വല്ലോ കള്ള പാച്ചറിനെ മുന്നിൽ പോയി യുദ്ധം ചെയ്ത അനുഗ്രഹം കിട്ടുവോ? കിട്ടും, അനുഗ്രഹം കിട്ടും. പക്ഷേ ഞാൻ വെറും കയ്യാൽ അവിടെ കടന്നുപോയതാ. എല്ലാ നന്മകൾ കൊണ്ടും ഞാൻ യഥാർത്ഥമായി ദൈവത്തിനെ കണ്ടു. പാസ്റ്ററിനെ കണ്ടിട്ടില്ല. അയ്യോ, ഞാൻ ഒരു വീട്ടിൽ അമ്മ 65 വയസ്സിൽ കൂടുതലുണ്ട്. എന്റെ വീട്ടിൽ ആരുമില്ല. കൃഷികള്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇന്ന് വരെ പാസ്റ്ററിന്റെ വീട്ടിൽ ഒന്ന് വരികയോ എന്നെ കാണിയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. ആ മമ്മ എന്നെ അറിയും. നന്നായി. ഇതിന്റേതായ അനുഗ്രഹം ചിലപ്പം സഹോദരിക്ക് ചിലപ്പോ കിട്ടും. ഉണ്ട്, നല്ല അനുഗ്രഹമുണ്ട് സാറേ. പെണ്ണുങ്ങളുമായിട്ടൊന്നും വലിയ ആളുകളുമായിട്ടൊക്കെ ഉള്ളു കണക്ട്. പെണ്ണുങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഓരോ പെണ്ണുങ്ങൾ വളരെ വൃത്തിയായിട്ട് പറഞ്ഞു തന്നെ, അതുകൊണ്ട് പറഞ്ഞു തന്നെ സാറേ. സഹോദരി ഇപ്പൊ എത്ര വർഷമായിട്ട് ഈ പൈശാചിക കൂട്ടായ്മയിൽ പോകുന്നുണ്ട്? അയ്യോ, ആ കൊട്ടാരക്കരയില് എന്ന് പാസ്റ്റർ വന്നോ അന്ന് ഞാൻ പാസ്റ്ററുടെ കൂടെ വന്നതാണ്. എന്നാലും എത്ര വർഷമായി? 17 വർഷം. 17 വർഷമായിട്ട് സഹോദരിക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചു? ഒരുപാട് നന്മകൾ യേശുവിൽ നിന്ന് കിട്ടി. എന്തുവാ നന്മ? ഒരുപാട് നന്മകൾ കിട്ടി. നന്മയല്ലാതെ ഒരു തിന്മയില്ല. ഒരുപാട് നന്മകൾ കൊണ്ട് ദൈവം നിറച്ചിട്ടുണ്ട്. സഹോദരി ഇപ്പൊ ഒറ്റയ്ക്കാ താമസിക്കുന്നെന്ന് പറഞ്ഞു? ഞാൻ ഒറ്റയ്ക്കാ. എന്റെ മക്കള് ഇവിടെ ഒന്നുമില്ല. അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെയാ. വെളിയിൽ ആരുമില്ല. ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് കൃഷിയുണ്ട്, കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പ്രയറിൽ പോയി എല്ലാത്തിനൊന്നും ഞാൻ നടക്കത്തില്ല. എല്ലാത്തിനൊന്നും പോകത്തില്ല. കാര്യം എനിക്ക് കുറെ പ്രായമുണ്ട്. ഇത്രയും നാളായി പോവല്ലേ. എന്റെ സ്ഥലവും കൊട്ടാരക്കരയാ. ഈ ദശാംശം എങ്ങനെയാ ഇവർക്ക് കൊടുക്കുന്നത്? ദശാംശം ഞാൻ അങ്ങനെ ദശാംശം ഒന്നും കൊടുക്കത്തില്ല. കുറച്ച് 1000 രൂപ കവറിലിട്ട് കൊടുക്കും, അതേ ഉള്ളൂ. ഇത്ര വെറുതെ എന്തിനാ വാരി കൊടുക്കാൻ പോന്നേ? അവർക്ക് വലിയ അവർക്ക് അതൊന്നും കൊടുത്താൽ തികയില്ല. പിന്നെ പള്ളി പണിയണമെങ്കിലൊക്കെ നമ്മൾ കൊടുക്കാൻ നിൽക്കുക. കുറെ പൈസകൾ കൊടുക്കണം. നമ്മളവിടെ പോയില്ലേ വാസ്തവേ, പള്ളി പണിയുണ്ടായോ? അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ സാറേ, മസ്കറ്റ് തൊട്ട് അമേരിക്ക തൊട്ട് ഇംഗ്ലണ്ട് തൊട്ട് ജർമ്മനി തൊട്ട് ഇറ്റലി തൊട്ട് ഇങ്ങനെ ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കും. അവിടെ നിന്നെല്ലാം കൊണ്ടുവരും കുറേശ്ശെ. അവിടെ നിന്നെല്ലാം കൊണ്ടുവരും. അവിടെ ഈ പണിയുടെ പേരാണോ ദൈവവേല? ദൈവത്തെ വിറ്റ് ദൈവത്തിനിട്ട് വേല വെച്ച് ഇവൻ കാശുണ്ടാക്കുവല്ലേ? ഈ പള്ളി ആരുടെ പേരില്ല? ഈ ഉണ്ടാക്കുന്ന കെട്ടിടവും ബിൽഡിംഗും ഒക്കെ ആരുടെ പേരില്ല സഹോദരി? ട്രസ്റ്റിന് എഴുതി കൊടുത്തു. ട്രസ്റ്റ്. ഏത് ട്രസ്റ്റ്? ട്രസ്റ്റിമാരാരാ? ഇങ്ങനെ തന്നെ ആയിരിക്കും. അന്നേരം ഇത് എന്തോ ഈ പണിക്ക് എന്തരം നമ്മൾ പച്ച മലയാളത്തിൽ സഹോദരി തന്നെ പറ. അതായത് പുള്ളിയുടെ ഭാര്യയും പുള്ളിയുടെ മക്കളും പുള്ളിയുടെ സഹോദരങ്ങളും അടങ്ങുന്ന ട്രസ്റ്റ് നിങ്ങളെല്ലാം കൂടി നിങ്ങളെല്ലാം കൂടെ പിരിച്ചുണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങളിപ്പോ ഇയാൾക്ക് എതിരായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ആ പള്ളി കാണുമോ? ഞാൻ കാണുവായി. നമ്മള് പിന്നെ കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവനാരും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. സഹോദരി സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? സ്വർഗമുണ്ടോ? എല്ലാം എന്റെ കർത്താവിന്റെ കരുത്തില. യേശുവിനെ മാത്രം നോക്കിയിട്ടാ. ഈ കർത്താവിനും നിങ്ങൾക്കും ഇടയ്ക്ക് ഈ കള്ളന്റെ ആവശ്യം എന്തിനാന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ വചനക്കൊള്ളക്കാരൻ ഇവൻ അനുഗ്രഹിച്ചാൽ ഇവന്റെ സഹായം ഉണ്ടൽ സഹോദരി തോന്നുന്നുണ്ടോ സ്വർഗത്തിൽ പോകുന്നു? ഇവന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരുപാട് കൺവെർട്ടഡ് ആളുകൾ വരുക. അവരിപ്പോ ഒരു യാക്കോബ മർത്തോമ പള്ളി കയറിപ്പാനൊക്കത്തില്ല. ഇവരിവിടെ വരുക. അല്ല, ഈ പള്ളിയിൽ നിന്നും ഭയങ്കര വരുമാനം ഒന്നും കിട്ടത്തില്ല. പിന്നെ കുറച്ച് ലീഡർമാരാളായിട്ട് നിൽക്കുന്നേ ഉള്ളു അവിടെ. ഇപ്പൊ സഹോദരി നോക്കുക, അതായത് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു ഇതുപോലുള്ള കള്ളപ്രവാചകന്മാരും അന്ത്യക്രിസ്തുക്കളും അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് പറഞ്ഞു. ഇവന്മാര് ദശാംശവും മേടിച്ച് സ്വോത്രകാഴ്ച മേടിച്ച് ഡൊണേഷനും മേടിച്ച് ആഡംബര ജീവിതത്തില് ആഡംബര ജീവിതം യേശുവിനെ പോലെ അല്ല. അതായത് ഓലക്കീറ് കൊണ്ട് വീട് വാതിൽ മറച്ചുകൊണ്ടിരുന്നവൻ ഇന്ന് റിമോട്ട് കൺട്രോൾ ഗേറ്റും വെച്ച് ഇവനിന്ന് കൊട്ടാരം വെച്ച് ഇവനിന്ന് ആർമാദിക്കുന്നു. ഏത്? ക്രിസ്തുവിന്റെ പേരില്, ക്രിസ്തുവിനെ വിറ്റ്. ഈ പാവങ്ങളായ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പൈസ പിച്ചയും തെണ്ടിയിട്ട് ഇവൻ പ്രവാചകനാണേല് ഇവൻ വല്ലവരുടെയും തെണ്ടുന്ന എന്തിനാ? അയ്യോ, ഒരുപാട് വലിയ കൂടിയ പണം കൊടുക്കുന്നവരെ അറിയത്തുള്ളൂ. അവരുടെ പേര് വിളിച്ചു പറയും സഭയെ. കൂടിയ പണം
കുറച്ച് പണം കൊടുക്കുന്നവരെ ഒന്നും അറിയത്തില്ല. എന്നിട്ട് നമ്മള് വിധവയുടെ ചില്ലിക്കാശ് എന്റെ കഥയും എന്ത് പറയും? അതേ പറയത്തുള്ളൂ, വലിയ ആളുകളെ അറിയത്തുള്ളൂ. ഇപ്പൊ അവരോടൊരു പ്രത്യേക താല്പര്യമില്ലേ? കാശ് കൊടുക്കുന്നവരോടും കൂടുതൽ അതിസമ്പന്നരോടും അടുക്കാനുള്ള ഒരു ആഗ്രഹവും ഇവരുമായിട്ടുള്ള സഹവാസമല്ലേ ഇയാൾ ആഗ്രഹിക്കുന്നത്? ഒരു എളിയവനെ ഒരു ഈ ഇരിക്കുന്ന കൺവെർട്ടിൽ ഒരെണ്ണത്തിനെ അറിയോ, ഒരെണ്ണത്തിന്റെ വീട്ടിലൊന്ന് കയറുവോ, ചത്താ കയറത്തില്ല, ഒന്നും ചെയ്യത്തില്ല, ഒന്നുമില്ല. തിരുമേനിയെ പോലെ ആയിപ്പോയി, തിരുമേനി പോവോ അതുപോലെ തന്നെ ആയിപ്പോയി. സാറല്ലേ? അതെ. ആദ്യമേ താങ്കൾക്കൊരു അഭിനന്ദനം. ഞാൻ ഒരു ക്രിസ്ത്യാനിയാ, ഭോപ്പാലിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് മാത്യു. താങ്കളുടെ മിക്കവാറുമുള്ള യൂട്യൂബില് എല്ലാ മിക്കവാറും ഉള്ളതൊക്കെ കാണാറുണ്ട്. ഈ ഇടയ്ക്ക് നമ്മുടെ ടിൻറ്റുമോന്റെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ശരിയായ രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ മൊണ്ണ ക്രിസ്ത്യാനികൾക്ക് അതിനുള്ള ചങ്കൂറ്റം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാരണം, കേരളത്തിലെ വിദ്യാസമ്പന്നരായ ഈ മൊണ്ണകൾ, വിദ്യാസമ്പന്നരെന്ന് പറയുന്ന ഈ മൊണ്ണകൾ പോയിട്ട് ഇവന്മാരുടെ മുന്നിൽ ഇരുന്നിട്ട് അവന്മാരുടെ കൗപീനം കഴിയാതെ ഇവന്മാർ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് ആരാ ഇവന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? നിങ്ങളെപ്പോലുള്ളവര് ഇവന്മാരെ വലിച്ചു കയറുന്നതിനോട് വളരെ സന്തോഷമുണ്ട്. പാവം പിടിച്ചവനെ കൂലി വില ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയും ജോലി ചെയ്ത് കൊണ്ടിരുന്ന കാശ് ഇവനൊക്കെ മേടിച്ച് കള്ളത്തരം പറഞ്ഞ് ഇവനൊക്കെ തിന്ന് കൊഴുത്ത് ഇവനും ഇവന്റെ കുടുംബവും രക്ഷപ്പെടും. ബാക്കി ആരാ രക്ഷപ്പെടുന്നേ? അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് മിക്കവാറും കാണുന്നുണ്ട്. ആരോടാ പറയുന്നേ? ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ പെന്തിക്കോസിൽ ചേർന്ന് ഇവന്മാരുടെ മുന്നിൽ പോയിരുന്ന കൈയും കൊട്ടി തുള്ളിയാലേ സ്വർഗത്തിൽ പോകുള്ളൂ, ഇവന്മാര് കൈവച്ചാലേ സ്വർഗത്തിൽ പോകുള്ളൂ. കാരണം ടിൻറ്റുമോൻ പറഞ്ഞത് ഞാൻ നിന്റെ അനുഗ്രഹം എല്ലാം എടുത്തു കളയെന്നാ പറഞ്ഞത്. ഈ എരപ്പാളിയൊക്കെ ഇവൻ വിഗും വെച്ച്, ഇവൻ നേരത്തെ മുട്ടത്തിലേനായിട്ട് നടന്നതാണല്ലോ, ഇപ്പം വിഗ് വെച്ചിട്ട് ഇവൻ മേക്കപ്പും ചെയ്ത് നടക്കുമല്ലേ. ഇവൻ സ്വർഗത്തിൽ പോവും. കിട്ടുന്ന കാശെല്ലാം അവന് എന്തെല്ലാം തോന്നിയാസം കാണിക്കുന്നുണ്ടെന്നുള്ള അവനും നാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ. അപ്പം താങ്കൾ ചെയ്യുന്നതിനോട് ഞാനൊരു അഭിനന്ദനം, കൺഗ്രാറ്റുലേഷൻ. എന്നെ പോലെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇത് കേട്ടിട്ട് എന്താ പറയുന്നത്, ഈ ബ്ലഡ് നമ്മുടെ രക്തം തിളക്കിയ അവന് 8 കോടി രൂപ വേണ്ടിയിട്ട് പിരിവിന് ഇറങ്ങിയിരിക്കല്ലോ. അവനെ സാധാരണപ്പെട്ട ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുടെ പണം മേടിച്ചിട്ട് അവനൊക്കെ തിന്നു കൊഴുത്ത് മേക്കപ്പും ചെയ്ത് അവന്റെ കൂടെ നിന്നിട്ട് തുള്ളുന്ന കുറെ പാർട്ടികൾ. പിന്നെ ഇത് കേട്ടിട്ട് എനിക്കറിയാൻ പാടില്ല, കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വരെ സത്യം എന്താണെന്നോ അല്ലെങ്കിൽ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം എന്ത് ചെയ്യണമെന്നോ ബോധമില്ലാത്തൊരു വർഗമായിട്ട് ഒരു 10-200 വർഷം മുമ്പത്തെ അതേ സാഹചര്യത്തിൽ ഇപ്പോഴും ജീവിച്ചു പോവാം. ഇവരെന്ന് നന്നാവും? ഇവർക്കെന്ന് ബുദ്ധി ഉദിക്കും? സ്വന്തം വീട്ടിലിരുന്ന് കുരിശ് വരച്ച് ദൈവത്തെ വിളിക്കുന്നതിനേക്കാൾ വല്ലതും ഉണ്ടോ? നിന്റെ മുറിയിൽ കയറി കതവ് അടച്ചിരുന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കണാപ്പന്മാരുടെ ഈ ആവശ്യമില്ലാത്ത ഇത് പോയിരുന്നത് കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവന്മാര് പ്രസംഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇവന്മാർ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ഗുണം വരുത്തിയെന്ന് ഇവന്മാർക്ക് തെളിയിക്കാൻ പറ്റുമോ? ടിൻറ്റുമോനായാലും തങ്കുവായാലും, ഞാനിപ്പം തങ്കുവിന്റെ ഒരു ഇത് താങ്കളുടെ ഇപ്പം ഞാൻ കണ്ടതിന് ശേഷമാണ് എനിക്ക് താങ്കളെ ഒന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ഇവന്റെ മകന് കുറെ കാലം മുമ്പുണ്ടല്ലോ, ഇവന്റെ മകന് 1 കോടി രൂപ ഒരു സ്റ്റേജ് വെച്ചിട്ട് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. കർത്താവ് കണ്ട് ഇപ്പം ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവനെയൊക്കെ അന്നേരം ജയിലിലാക്കണ്ടേ? ഈ പണം എവിടുന്ന് വന്നുള്ളത് തിരക്കണ്ടേ? നമ്മുടെ കേരളത്തിലെ ജനങ്ങള് ഓരോ ദിവസം കഴിയുന്നവരും മൊണ്ണകളായിക്കൊണ്ടിരിക്കുക. മൊണ്ണകള്, ഇവനെ പോലുള്ള പന്ന നാറികള് സമൂഹത്തെ നശിപ്പിക്കുക ചെയ്യുന്നേ. അല്ലാതെ സ്വർഗത്തിലേക്കുള്ള വഴിയൊന്നും ഇവന്മാരൊന്നും നോക്കിക്കഴിഞ്ഞാൽ വഴി ഇവന്മാര് കണ്ടിട്ടുമില്ല. ഇവന്മാരെ കൊണ്ട് അതിനുള്ള വഴി വെട്ടാനും പറ്റത്തില്ല. ഇവന്മാര് നാട് മുടിപ്പിക്കാൻ വേണ്ടി പാവങ്ങളുടെ പൈസ മേടിച്ച് അതായത് ഇതിന് പിടിച്ചു പറിയുന്നാ പറയുന്നത്. പിടിച്ചു പറിച്ച് നക്കികള് അധ്വാനിച്ച് ജീവിക്കാൻ അറിയത്തില്ല. അത് ചെയ്യാൻ ഇവന്മാർക്ക് താല്പര്യവുമില്ല. പിന്നെ അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം. അയക്കപ്പെട്ടത്, അതായത് ഒരാളാൽ അയക്കപ്പെട്ടത്, യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരാണ് അപ്പസ്തോലന്മാർ. അങ്ങനെ ഇല്ലാത്തവന്മാരൊക്കെ അപ്പസ്തോലന്മാർ തന്നെ. അതിന് പറയുന്നതിനൊന്നും മടിക്കൊന്നും വേണ്ട. സാറേ, അങ്ങ് ചെയ്യുന്ന ഈ പ്രവർത്തനം വളരെ നന്നായിരിക്കുന്നു. അനേക കപടതകൾ ജനത്തിന് മുമ്പിൽ വലിച്ചു കീറി കാണിക്കാൻ അങ്ങേക്ക് തന്ന ധൈര്യത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. മന്ത്രിവെല്ലാം വിളിക്കുന്നത്. ഞാനൊരു പെന്തക്കോസ്ത് വിശ്വാസിയാണ്.
ഞാനിപ്പം ഇച്ചിരി ബെഡ് റെസ്റ്റിലാണ്. അന്നേരം ഞാനിങ്ങനെ എല്ലാവരുടെയും പ്രസംഗം ബെഡ് റെസ്റ്റിലായതുകൊണ്ട് എല്ലാവരുടെയും പ്രസംഗം കേൾക്കുമായിരുന്നു. കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കിടക്കുകയാണല്ലോ. അന്നേരം പിന്നെ ദൈവജനം കേട്ടോ. അങ്ങനെ അപ്പം ടിൻറ്റു ജോർജിൻ്റെ കേട്ടു. ഞാൻ 3-4 വട്ടം ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പുള്ളി നല്ലോണം കന്യാഭാഷ പറഞ്ഞു. കന്യാഭാഷ പറഞ്ഞപ്പോഴേ ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്കും ഇവിടുന്നൊക്കെ തപ്പിക്കിട്ടുന്ന വലിയ വലിയ വേടുകൾ പറഞ്ഞു. എന്നാൽ ഞാനിതങ്ങ് ഓഫാക്കി 2 കൂട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞു, ഈ പുള്ളിയുടെ പ്രസംഗം കേൾക്കരുത്, ഈ പുള്ളി ഭയങ്കര കന്യാഭാഷ പറയുന്നത് ഇത് കള്ളവാ പറയുന്നതെന്ന് പറഞ്ഞു. ഇതൊന്നും ദൈവനാമത്തിലുള്ള അന്യഭാഷ അല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പെന്തിക്കോസുകാരാണ്, ഞാൻ പെന്തിക്കോസുകാരത്തിയാണ്. പക്ഷെ അത് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ദൈവമേ ദൈവം എന്നെ അത് കാണിച്ചല്ലോ. മറ്റേ ഇത് കേൾക്കുമായിരുന്നു ഞാനിങ്ങനെ എല്ലാവരുടെയും പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തിൽ പുള്ളിയുടെ 1-2 വട്ടം കേട്ടു. ഒരു 5 ആഴ്ചയായപ്പോൾ നല്ല പ്രസംഗമാണെന്ന് തോന്നി. അങ്ങനെ കേട്ടു. കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അധികമായിട്ടൊന്നും പറയാനില്ല. എനിക്ക് പെന്തിക്കോസ് വളർത്ത ഇടിച്ചു താഴ്ത്തണമൊന്നും ഇല്ല. എന്നുവെച്ചാൽ ഞാനൊരു പെന്തിക്കോസ് വിശ്വാസിയാണ്. എങ്കിലും ഇവരെ കാണിക്കുന്ന ഇവർ 8 കോടിയുടെ വീട് ആലയം പണിയാൻ തുടങ്ങുമ്പോഴേ ഇവർ 1 കോടിയുടെ ഒരു ആലയം പണിതിട്ട് ഒരു 7 കോടി എടുത്ത് നമ്മുടെ കേരളത്തിൻ്റെ എവിടെല്ലാം വീടുകളും ഒന്നുമില്ല ടെൻഷീറ്റിൻ്റെ തറ കെട്ടിക്കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഓരോ ചെറിയ വീട് വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെയും പോട്ടെ ദൈവനാമം ഉയർന്നതിന്. ഇത് ഇവരുടെ പള്ള ഉയർപ്പിക്കുക എന്ന് വെച്ചാൽ ഇത് ഇതിനോളം പോഷത്വമായത് ദൈവനാമം കച്ചവടം ചെയ്ത് വയറ് വീർപ്പിക്കുന്നവർ ഇങ്ങനെയുള്ളവരെ എൻ്റെ സാറേ ആരുണ്ടേലും വിളിച്ചത് കൊണ്ടുപോകണം. സാറിനോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അതിന് പക്ഷെ ദൈവനാമം ദൂഷിക്കാൻ ഇടവരരുത്. നമ്മുടെ ഭർത്താവ് പറഞ്ഞ ഒരു വസ്ത്രം ഇല്ലാത്തതിന് ഒരു വസ്ത്രം കൊടുക്കാൻ ഇവരല്ലേ ഈ പള്ളിയും ഈ ആരാധനയൊക്കെ വെച്ച് ഇത്രയും കോടികൾ നശിപ്പിക്കുമ്പോൾ എത്രയോ പേര് ദുരിതം അനുഭവിക്കുന്നത് കിടന്നു. എത്രയോ ചെറിയ പാഷന്മാർ കഞ്ഞി വെക്കാനില്ലാത്ത പാഷന്മാരുണ്ടെന്നറിയോ. അവർക്ക് കൊടുത്തിട്ടും പാവപ്പെട്ട എത്രയോ വഴിയോരങ്ങളിൽ കിടക്കുന്ന ജനം അവർക്കൊക്കെ ഓരോ നേരത്തെ ആഹാരം കൊടുക്കുവോ അല്ലെ അവർക്കൊരു തറ കെട്ടി വെള്ളം കയറാത്ത പോലെ ഒരു വീട് വെച്ച് കൊടുക്കുക വലിയ ഇതിലൊന്നും ഇല്ലേലും അത്രയൊക്കെ ചെയ്യാൻ ഇവരോടൊന്ന് പറ. എല്ലാ പാസ്റ്റർമാരോടും എല്ലാ സഭയിലെ പാസ്റ്റർമാരോടും എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഇവർ വലിയ വലിയ കാറുകളിലും വലിയ തട്ടിട്ട വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ വിശ്വാസ സമൂഹം കിടന്ന് അയ്യം വിളിക്കുന്നതെന്ന് കണ്ടാൽ ഒത്തിരി നല്ലതായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ദൈവമായിട്ടാണ് യേശുവായിട്ടാണ് നിങ്ങളെ ഇതെല്ലാം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് പോവുക. ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. തെളിയിക്കുക, എല്ലാം തെളിയിക്കുക. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുക. ഒരു ഊർജം നിങ്ങളിൽ കാണുന്നു. ഓക്കെ, അങ്ങനെ മുമ്പോട്ട് പോട്ടെ. ഹലോ സുനിൽ മാത്യു, ദൈവം അനുഗ്രഹിക്കട്ടെ. മോനെ പറയുന്ന ഗുഡായ്പകൾ ടിനു ജോർജിന്റെ എല്ലാം സത്യമാണ്. പക്ഷെങ്കിൽ ടിനു ജോർജ് മാത്രമല്ല, ഒരുപാട് കള്ളപ്രവാചകന്മാരുണ്ട്. അവനെയും പുറത്തു കൊണ്ടുവരണം. ദൈവം കാത്തുകൊള്ളും. സത്യം പറയുന്നവരെ ദൈവത്തിന്റെ ദൂതന്മാർ കാവൽ ചെയ്ത് കാത്തുകൊള്ളും. ഭയപ്പെടേണ്ട. ഈ ടിനു ജോർജ് മാത്രമല്ല കേട്ടോ, ഇതെന്തോ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ, നീ 10,000 കോടി കൊടുത്ത് ആലയം പണിയെന്ന് പറഞ്ഞിട്ടില്ല. നീ മുറിക്കുള്ളിലകത്ത് അതകടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞ 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ മധ്യമുണ്ട്. ഞാൻ കുഞ്ഞിലേ മുതലേ പരിമള തിരുമേനി എന്ന് പറഞ്ഞ് വിളിച്ച് നടന്ന ഓർത്തഡോക്സുകാരിയാ. ഇപ്പോൾ ഈ പെന്തക്കോസുകാരുടെ വിഭാഗത്തിലും പോയി. പക്ഷെ കള്ളപ്രവാചകന്മാരാണ്. അത് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, കള്ളപ്രവാചകന്മാർ എഴുന്നേക്കുമെന്ന്. അതാണ് എഴുന്നേറ്റിരിക്കുന്നത്. കാരണം കർത്താവിന്റെ വചനം ഒന്നും മാറിപ്പോകത്തില്ലല്ലോ. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവന്മാര് എന്റെ യേശുവിന്റെ വചനം എടുത്ത് കച്ചവടം ചെയ്ത് ഇവന്മാര് സൂട്ട് വിട്ട് വിലസി കൂടി ആഹാരവും കഴിച്ച് പാവങ്ങളെ ചവിട്ടിത്താക്കുന്നു. പാവങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അവന് സീറ്റില്ല. പിന്നെ അല്ലാതെ മോഡിയായിട്ട് വരുന്നവനെ നീ കയറ്റി ഇരുത്തുമെന്ന് നമ്മുടെ കർത്താവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കുന്ന ഈ IPC എന്ന് പറഞ്ഞവനൊക്കെ ആണെങ്കിലും തന്നെ അതിൽ 1-2 പേർ മാത്രം, ചിലരൊക്കെ ഉണ്ട് ദൈവത്തെ ഭയമുള്ളത്. അല്ലാത്ത എല്ലാവരും കൊടി ചെന്നായ്ക്കളാണ്. എൻ്റെ സുനിലെ മോനെ, നീ പറയുന്ന, ഞാൻ 60 വയസ്സായ ഒരു അമ്മയാണ്. ഞാൻ പറയുന്ന മോനെ, നീ പറഞ്ഞു ദൈവത്തിന്റെ ദൂതന്മാർ സത്യത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. ഭയപ്പെടരുത്. ഇവനെ എല്ലാത്തിനെയും പുറത്തു കൊണ്ടുവരണം. ടിനു ജോർജ് മാത്രമല്ല, എല്ലാവരെയും വിളിച്ച് പുറത്തു കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് ഏത് ദിവസത്തെയാണ് വിശുദ്ധീകരിച്ചിരിക്കുന്നത്? നീ ശബത്തിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ശബത്തിനെ ശുദ്ധീകരിക്കുക. അത് ഇവന്മാർ വല്ലതും ചെയ്യുന്നുണ്ടോ? അപ്പൊ കർത്താവ് പറയാത്തത് എടുത്തു വെച്ച് ഇവന്മാര് മെത്രന്മാരാകുന്നു, പുതിയ യേശു ക്രിസ്തു ആകുന്നു ഇല്ലേ? അപ്പൊ ശബത്തിനെ നീ ശുദ്ധീകരിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഒറ്റ
തെറ്റ് പിന്നെ ഒരുത്തനും ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ശബത്തിനെ ശുദ്ധീകരിക്കാനെന്നാണ് കർത്താവ് പറഞ്ഞത്. അതൊരുത്തനും ചെയ്യുന്നില്ല. അത് വേണ്ട, ഞായറാഴ്ച മതി, വെള്ളിയാഴ്ച മതി, അത് മതി. പറയണം, തുറന്നടിച്ച് പറയണം. കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് സാത്താൻ കൊടികുത്തി വാഴ്ന്നുകൊണ്ടിരിക്കുന്നു. സത്യം പറയുന്നവരെ അവൻ ഒതുക്കാൻ ശ്രമിക്കും. അത് ആദാമിന്റെ കാലത്ത് തന്നെ ഉണ്ട്. ഞാനും സത്യം പറയുന്നു മകനെ, എന്റെ മോനെ, നീ പറയുന്നതിൽ യാതൊരു കുറ്റവുമില്ല, വിളിച്ചു പറഞ്ഞുകൊള്ളുക, ദൈവം കാത്തുകൊള്ളും. ഞാൻ ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് സുജൻ എന്ന് പറയും. ഞാൻ വിളിച്ചത് വളരെ സന്തോഷമാകുന്നതിൽ കേൾക്കുന്നതിൽ. കാരണം വെച്ചാൽ ഈ പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ കളത്തരങ്ങൾ വിളിച്ച് മുമ്പോട്ട് കൊണ്ടുവരുന്നതിൽ മാസ്റ്റർ കാണിക്കുന്ന ഇൻട്രസ്റ്റ് വളരെ നല്ലതാണ്. കാരണം സത്യദൈവത്തെ വിളിക്കുകയും സത്യമായിട്ട് വിളിക്കുകയും ചെയ്യുന്നത് എപ്പോഴും നല്ലവരെ തന്നെ. പക്ഷേ ഇതിനകത്ത് ഒത്തിരിയും കള്ളന്മാരുണ്ട്, ഒരു ഉടായ്പിന് അങ്ങേറ്റമായിട്ട് നടക്കുന്നവർ. ഇവരേതൊരു ആറ്റിൽ പോയി മുങ്ങിയിട്ട് ഇവന്മാരോട് ആരോട് ചോദിച്ചാൽ അവന്മാർ പറയുന്ന കാര്യമൊന്നുമല്ലോ, ഞാൻ വിശ്വസിച്ച് സ്നാനമേറ്റവനാ, തീർച്ചയായിട്ടും ഞാൻ സ്വർഗത്തിൽ പോകും. അതാ ഇവരുടെ ഏറ്റവും വലിയൊരു ഉടായ്പ്. ഇവർ ആ ആറ്റിൽ പോയി മുങ്ങിയാൽ ഇവരുടെ വിചാരം മൊത്തം ഇവർ സ്വർഗത്തിൽ പോകുന്നുള്ള അത് ലൈസൻസായി, പിന്നെ ഒരു പ്രശ്നവുമില്ല. ഇത് ഇവന്മാരെല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കുന്നത് ശരിയാണ്. നമ്മളൊക്കെ മാമോദിസ മുങ്ങിയെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകാനുള്ളവരാണ്. പക്ഷെ നമ്മുടെ പ്രവൃത്തിയുടെ ഒക്കെ അനുഭവത്തിലായിരിക്കും, നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ അനുഭവത്തിലായിരിക്കും അത് പോകുന്നത്. എന്റെ പേര് പെരുമാറ്റി, പത്തനംതിട്ട ജില്ലയിൽ വായനത്തല എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ ഒരാൾ ചോദിച്ചു ഏത് സഭയിലായിരുന്നു. മുൻപ് ഏത് സഭയായാലും എല്ലാവർക്കും അവരുടേതായ വിശ്വാസ പ്രമാണങ്ങളാണ്. അതിനെ ഹനിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ആൾക്കാർ ഇറങ്ങുമ്പോൾ അതിനോട് അനുകൂലിക്കാൻ വയ്യാത്തവരെ അവരോട് വ്യക്തിത്വമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അതിന് ഒരുത്തർക്ക് പശ്ചാത്തപിക്കേണ്ട കാര്യങ്ങളില്ല. അത് ഇതിന്റെ കുഴപ്പമിവിടെ വന്നെന്നുള്ള ചോദിച്ചാൽ ചെറുപ്പത്തിലെ വേദോത്സവം പഠിപ്പിക്കണം. അത് വേദോത്സവത്തെ പറ്റി ഒരു അറിവ് വേണം, ജ്ഞാനം ഉണ്ടാകണം. ശരിക്കും വലിയ അറിവില്ല. നീ കഴിഞ്ഞ ഒരു ദിവസം പിന്നെ ഒരു ക്രിസ്ത്യാനിക്ക് 8 കൂദാശയാവുന്നത്. അതിലൊന്നാമത്തെ കൂദാശ മാമോദിസായ. അപ്പൊ ഈ മാമോദിസ മുഴുവൻ പിന്നെ പോയി കടലിൽ വീഴേണ്ട കാര്യം വല്ലതും ഉണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. സാറിന്റെ ചാനലുകളൊക്കെ കാണാറുള്ള ഒരാളാണ്. അപ്പോൾ ഞാനൊരു കത്തോലിക്ക സഭയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാനൊരു 15 വർഷം കൊണ്ട് ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ അന്ന് മുതൽ ഇങ്ങനെയുള്ള കള്ളന്മാരുടെ ഒരു കാര്യങ്ങളോ ഒന്നും പോകാറേ ഇല്ലായിരുന്നു. സാർ ചിന്ന ജോർജിനെ പറ്റിയൊക്കെ പറഞ്ഞത് അത് വെളിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ ആളുകളോടും ഞാനിത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാം ഞാൻ ഇത് ഇട്ട് കൊടുത്തു. അതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാനില്ലാത്തവരെല്ലാം ഇത് അറിയണമല്ലോ. അപ്പൊ ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്നു ഉച്ച തൊട്ട് സാറിന്റെ ആ ചാനൽ ഓരോന്നിങ്ങനെ കണ്ട് ഓരോ വ്യക്തികളെ, അനിൽ ജോർജ്, ഇവരെ എല്ലാവരുടെയും ഇങ്ങനെ വെളിയിൽ വിട്ടതിന് സാറിന് എന്തുവാലും ദൈവം ഒരുപാട് അനുഗ്രഹിക്കും. കാരണം ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ഒന്നും ചെയ്തു തരത്തില്ലല്ലോ. സാറിനെ പോലുള്ളവരെയാണ് ഇത് ഏൽപ്പിക്കത്തുള്ളൂ. ഈ കള്ളന്മാരെ ഇനിയും അധികം നാളൊന്നും ഇവരിങ്ങനെ വെച്ച് ഇവര് ജീവിക്കാൻ ഇവരെ ദൈവം സമ്മതിപ്പിക്കത്തില്ല. കാരണം ഇത്രയും നാൾ ഇവർ തിന്നതും സൂക്ഷിച്ചതൊക്കെ മതി. അപ്പൊ സാറിനെ പോലുള്ളവർ ഇനിയും വരണം. സാറ് അത് ഒരുപാട് ആളുകളെ ഇതിനു വേണ്ടി വളർത്തിയെടുക്കണം. എന്ന് വെച്ചാൽ അതിന് നന്മയുണ്ടാകത്തുള്ളൂ. സാറിന്റെ കുടുംബത്തിനും സാറിനും ഒക്കെ ഇതാണെങ്കിലേ കിട്ടും. അത്രയ്ക്ക് ദുഷ്ടന്മാരെ ഞാൻ ഈ വിശ്വാസിയാണെങ്കിൽ പോലും എനിക്കറിയാം നല്ലത് നല്ല ഇവരെയും തിരിച്ചറിയാന്നുള്ള ഒരു കഴിവ് ദൈവം എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കള്ളന്മാരുടെ 1 രൂപ കൊടുക്കാനോ 1 രൂപയ്ക്ക് അല്ലെങ്കിൽ ഇവരുടെ താഴ്ത്തി എന്നിട്ട് അവയും പറയാനോ നമുക്ക് പോകത്തില്ല. എന്റെ വൈഫൊക്കെ ഭയങ്കര വിശ്വാസികളാണ്. അപ്പൊ ഞാൻ കുറച്ചു നാളിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇതൊന്നും കേൾക്കുക, എന്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചതാണ് ഇതെന്തോ ഒരു ഫ്രോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാനത് പറയുകയും ചെയ്യും. അപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഓടി എനിക്ക് കൊണ്ടു തന്നു. അത് കണ്ട് ഇത് നോക്ക് ഇങ്ങനെ കണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലായി ദൈവം ഇറങ്ങി വന്ന് പറയത്തില്ല, ഇങ്ങനെ ഓരോരുത്തരും ഏൽപ്പിക്കും മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി. അതിന് സാറ് ഇതിങ്ങനെ അറിയിച്ചതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ദൈവം ഒരുപാട് അനുഗ്രഹം വരുത്തുള്ളൂ. ഇവരെല്ലാം വെളിയിൽ കൊണ്ടുവരണം. കാരണം കർത്താവായ യേശുക്രിസ്തു ഒരുപാട് കഷ്ടപ്പെട്ട നമ്മളെയൊക്കെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ വളർത്താനില്ല. ഇപ്പോഴും ഇവരൊക്കെ ദൈവത്തെ ക്രൂശിൽ തറയ്ക്കുമല്ലേ, ഇപ്പോഴും ഇവര് ദൈവത്തെ ക്രൂശിൽ തറയ്ക്കുമല്ലേ. അവരെന്ത് പാവമാണ് ചെയ്യുന്നത്. ഇതിനകത്തിൽ ഒന്നും അറിയാതെ വന്നിരുന്ന് നമ്മൾ കാരണം കൂടാത്ത ശാപങ്ങളൊന്നും ഏക്കത്തില്ലെന്ന് ബൈബിളിലുണ്ട്. ഇവര് ശപിച്ചാൽ ആർക്ക് കേൾക്കുന്നേ? നമ്മൾ ശപിച്ചാൽ ഇവർ കേൾക്കും. കാരണം ഇവർ നിമിത്തം 1 ആമീന് വരെ ഉള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് ഇവർ കേൾക്കും. കാരണം കൂടാത്ത ശാപങ്ങളൊന്നും ആർക്കും ഏക്കത്തില്ല. ഇവർ ആരെ ശപിക്കാനാ? ആരെ ശപിച്ച് ഭസ്മമാക്കാൻ പറ്റും? അങ്ങനെയൊന്നും ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. നമ്മൾ ബൈബിളിലും വായിച്ചിട്ടില്ല ആരെയും ശപിക്കുന്നത് ഇതാക്കുന്നതെന്ന്. ഇവരെന്തോ ഈ പറയുന്നത്? അങ്ങനെ ഒന്നും ആക്കാൻ പറ്റത്തില്ല. ഇവരെപ്പോഴും പറയുന്നത് നരകത്തിൽ പോയാൽ അങ്ങനെയാണെന്ന്. ഇവരൊക്കെ എന്നേ നരകത്തിൽ ജീവിക്കുന്നതിന് തുല്യമായി ഭൂമിയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന എത്രയോ വ്യക്തികൾ ഇവരെ പിരാഗിയിട്ടുണ്ട്. ഇവരുടെ വചനം കേട്ട ആമീൻ പറഞ്ഞ ആൾക്കാർ എത്രയോ മനുഷ്യരിപ്പം പിരാഗിയിട്ടുണ്ട്.
പക്ക ഫ്രോഡാണ്. ഏറ്റവും കൂടുതൽ ഞാനൊരു കത്തോലിക്ക സഭയിൽ നിന്നിട്ട് ഞാൻ തന്നെ ഒരു വിശ്വാസി എന്നെ കൊണ്ടുവരില്ല. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാറിയ ഒരു വ്യക്തിയാണ്. ഞാൻ സാറിന് വേണ്ടി ഇന്നലെ തൊട്ട് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് സാറ്, സത്യം പറയാം. സാറിന്റെ കുടുംബത്തിന് വേണ്ടി, ആയുസ്സിനും ആരോഗ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. ഇത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഇവരെല്ലാം ശിക്ഷിക്കപ്പെടണം. ഈ ഭൂമിയിൽ അങ്ങനെയുള്ളവരെ ഇവരെ ശപിക്കട്ടെ. ഇവരെ ശപിച്ച് ഭസ്മമാക്കാതെ ഇവരെ പോലുള്ള സാധനമായി ഇവർക്ക് ശപിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ദൈവം ഈ ഭൂമിയിൽ അയച്ച ഒരു മനുഷ്യരെ ഇവർക്ക് ശപിക്കാൻ പറ്റത്തില്ല. അവരത് ഏക്കത്തുമില്ല, അത് വരുത്തുമില്ല. ഇതിപ്പോ അബ്രഹാമിന്റെ ലാസറിന്റെയും കഥ പോലെ, ലാസറിന്റെയും ധനവാന്റെയും കഥ പോലെ തന്നെ ആകും. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ആകും. നമ്മളൊക്കെ മേളിൽ ചെല്ലുമ്പോൾ നരകത്തിൽ കിടന്നിട്ട് അനുഭവിക്കുന്നത് നമുക്ക് കാണേണ്ട ഒരു അവസ്ഥ വരും ഇവർക്ക്. ഇവരെപ്പോഴും പറയുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ, അതെല്ലാം സത്യമാകട്ടെ ഇവരെല്ലാം പറയുന്നത്. കാരണം ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഇപ്പം സാറിനെ വിളിച്ച് കിട്ടിയതിൽ ഒത്തിരി നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ സാറിനെ, കുടുംബത്തിനെ, ആ ചാനലിനെ. അനേകം ഇങ്ങനെ ആളുകൾ സാറിനെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.